Hello friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് baked chicken പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ്. Bechamel പാസ്തയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ആണ് ഇത്. ലഞ്ചിനും ഡിന്നറിനും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷ് ആണ് ഇത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ പാസ്ത എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3 അല്ലി വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ്റെ ബ്രസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ കളറൊന്ന് മാറി വരുന്നവരെ ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഈ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡറും 1/2 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് തക്കാളിയും ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ പാപ്രിക്ക പൗഡറിന് പകരമായിട്ട് അധികം എരിവില്ലാത്ത മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു മീഡിയം വലിപ്പത്തിലുള്ള കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കിഴങ്ങിന് പകരമായിട്ട് മഷ്റൂം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം. കിഴങ്ങ് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ലോ ഹീറ്റിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ചിക്കനും കിഴങ്ങുമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യെല്ലോ കളറിലെ ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബെൽ പെപ്പർ യൂസ് ചെയ്യാം. ഇനി ഈ ക്യാപ്സിക്കം ഒന്ന് വെന്ത് വരുന്ന ആ ഒരു സമയത്തേക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാസ്ത കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാസ്ത വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് പെന്നെ പാസ്ത ആണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 300 ഗ്രാം വെയിറ്റ് ഉണ്ടായിരുന്നു. പാസ്ത ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് വേവിച്ചെടുക്കാം. 8 മുതൽ 10 മിനിറ്റ് മതിയാവും ഇത് വെന്ത് വരാനായിട്ട്. പാസ്ത വാങ്ങുമ്പോഴുള്ള പാക്കേജ് ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്. ഈ ഒരു പരുവത്തിലാണ് വെന്ത് വരേണ്ടത്. പാസ്ത വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കണം. എന്നിട്ട് വീണ്ടും കുക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കണം. ബേഷമൽ സോസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് 90 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. ഇപ്പോൾ ബട്ടർ മുഴുവനായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 90 ഗ്രാം തന്നെയാണ് മൈദയും ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എത്രയാണോ ബട്ടർ എടുക്കുന്നത് അത്രയും തന്നെ മൈദ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മൈദയും ബട്ടറും കൂടെ മിക്സാക്കി നല്ലൊരു പേസ്റ്റ് പരുവായി വരുന്നവരെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതിനെ ഒരു ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇളം ചൂടുള്ള 3 കപ്പ് പാല്. അത് കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ആദ്യമേ തന്നെ മുഴുവൻ പാൽ ഒഴിച്ച് കൊടുക്കരുത്. കുറച്ചായിട്ടേ ചേർത്ത് കൊടുക്കാവുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ഞാനിവിടെ 3 കപ്പ് പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ചെറിയ ഫ്ലെയിമിലിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സോസ് ഒന്ന് കുറുകി വരുന്നവരെ നമുക്ക് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഈ സോസ് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് ജാതിക്ക പൊടിച്ചതും കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പാസ്തയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്ത ബേക്ക് ചെയ്യുന്ന സമയത്ത് ലെയറായിട്ടും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ പാസ്തയും ചിക്കനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊരു വലിയ ഡിഷ് വേണം. കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു ഡിഷ് തന്നെ വേണം. ഓവനിൽ വെക്കാൻ പറ്റുന്ന ഏത് ഗ്ലാസ് ട്രേയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്യുന്ന ഇതിലാണ്. അപ്പോൾ ആ ഒരു ഡിഷ് തന്നെയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് സ്പ്രെഡ് ആക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പാസ്ത ഇട്ട് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതിൻ്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് സോസും കൂടെ ഒഴിച്ച് കൊടുക്കണം. മുഴുവൻ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇതിന് മുകളിലായിട്ട് നമ്മൾ സോസ് ഒഴിച്ച് കവർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സോസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല ചീസ് ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ബാക്കിയുള്ള പാസ്ത ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് അതിന് മുകളിലായിട്ട് സോസ് വെച്ചിട്ട് കവർ ചെയ്യണം. കംപ്ലീറ്റ് ആയിട്ട് സോസ് വെച്ചിട്ട് കവർ ചെയ്യണം. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് മസാല ചീസും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചീസ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ഒരഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പ് നല്ല ഗോൾഡൻ കളറായി വരുന്നവരെ ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ബേഷമൽ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പുതിയ റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.